ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോ അദ്ദേഹത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാനവ്. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾക്ക്, അതായത് കാഴ്ചക്കുറവുള്ളവർക്ക് എങ്ങനെ പാറ്റേൺ ലോക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും എന്നാണ്. മിക്കവരും പിന്നാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ്. ഇപ്പോൾ എല്ലാ ഫോണിലും ഫിംഗർ പ്രിൻ്റ് ഉള്ളതുകൊണ്ട് അത് എളുപ്പമാണ് അത് ഉപയോഗിക്കാൻ. മിക്കവരും അതായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം കൂടാതെ ഈ സ്പീക്കർ, ഗൂഗിൾ ടിറ്റീസ്, ഓട്ടോ ടിറ്റീസ് എന്നിവയുടെ സഹായത്തോടെ, അല്ലെ ടോക്ക് ബാക്ക് എന്നിവയുടെ സഹായത്തോടെ നമുക്ക് എങ്ങനെ പാറ്റേൺ ലോക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നും പാറ്റേൺ ലോക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം. അധികം ആരും കാഴ്ചക്കുറവുള്ളവർ പാറ്റേൺ ലോക്ക് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ടോക്ക് ബാക്ക് ഉപയോഗിക്കുന്നവരൊന്നും. നമുക്കിത് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പായി ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്. പേജും കൂടെ ലൈക്ക് ചെയ്താൽ വീഡിയോ, ഞാൻ യൂട്യൂബിലിടുന്ന വീഡിയോകൾ കൂടാതെ ടെക്നോളജി ന്യൂസുകൾ ആ പേജിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എൻ്റെ ചാനലിൽ ലഭിക്കാത്ത പല ടെക്നോളജി ന്യൂസുകളും നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലൂടെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ആ പേജും കൂടി ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നു. Service screen home screen 1 of 10. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നു. Settings. നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ Showing ചെയ്യുക. item 1 of 10. Settings. അതിനുശേഷം നിങ്ങൾ സെക്യൂരിറ്റി അല്ലെങ്കിൽ Bluetooth. ലോക്ക് സ്ക്രീൻ എന്നുള്ള എടുക്കുക. Bluetooth. Bluetooth. എല്ലാവരുടെയും ഫോണിൽ പല രീതിയിലായിരിക്കും. അതായത് എൻ്റെ ഫോണിൽ സെക്യൂരിറ്റി എന്നാണ്, ചില ഫോണിൽ ലോ സ്ക്രീൻ ആൻഡ് സെക്യൂരിറ്റി ലോ സ്ക്രീൻ, അങ്ങനെ കുറേ ഓപ്ഷനുകളാണ്. അല്ല, പല രീതിയിലായിരിക്കും. അത് നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണോ അതെടുക്കുക. നമ്മൾ ഫോണിന് പിന്നൊക്കെ സെറ്റ് ചെയ്യുന്ന ഭാഗം ഓപ്പൺ ചെയ്യുക. SIM cards. Data usage. More. Device. Home. Display. Ringtones. Notification center. Feature. Power manager. Apps. Storage and USB. Memory. Users. Personal. Location. Security. എൻ്റെ ഫോണിൽ ഇതാണ്. സെക്യൂരിറ്റി ഓപ്പൺ ചെയ്യുന്നു. Security. Showing items 1 to 9. Navigate up button. Security. Device security in list. Device security. Screen lock swipe. Screen lock swipe. ഇപ്പം എൻ്റെ സ്വൈപ്പ് ആണ് കിടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. Choose screen lock. Screen lock swipe. നമുക്ക് സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കി നോക്കാം. Lock screen. Screen off. Ringer vibrate. ഞാൻ ഓൺ ആക്കുന്നു. 12:19 p.m. മേലോട്ട് സ്വൈപ്പ് ചെയ്യുന്നു. Choose screen lock. Device സ്ക്രീൻ അൺലോക്ക് ആയി. None ഉണ്ട്. ഇത് കുറേ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്ക്രീൻ ലോക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. നമുക്ക് none. Swipe current screen lock. Pattern. Because you've turned on an accessibility service, your device won't use your screen lock to enhance data encryption. PIN. Because you've turned on an accessibility service, your device won't use your screen lock to enhance data encryption. Password. Because you've turned on an accessibility service, your device won't use your screen lock to enhance data encryption. പിന്നും പാസ്വേഡും മിക്കവരും ഉപയോഗിക്കുന്നതായിരിക്കും. പാറ്റേൺ ആണ് അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ബ്ലൈൻഡ് ആയിട്ടുള്ളവർ. പാറ്റേൺ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. PIN. Pattern. Because you've turned. Pattern. Open. Choose your pattern. Choose your pattern. Draw and unlock pattern. Pattern area. Cancel button. ഇപ്പോൾ പാറ്റേൺ വരയ്ക്കാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിൽ നിന്നും ഏകദേശം ഒരു താഴെയായിട്ട്, അതായത്
ഒത്തിരി നടുക്കുമല്ല ഒത്തിരി മേളിലും അല്ലാത്ത രീതിയിൽ കൈ ഏറ്റവും വലത്തുവശത്ത് ഫസ്റ്റ് ടച്ച് ചെയ്യുക, സോറി ഇടതുവശത്ത് ടച്ച് ചെയ്യുക. അതായത് ഏറ്റവും മുകളിൽ Draw and unlock pattern. ഡ്രോ ആൻഡ് അൺലോക്ക് പാറ്റേൺ എന്നുണ്ട്. അതിന് താഴെ ഏറ്റവും ഇച്ചിരി താഴെ ഇടതുവശത്തായിട്ട് സ്ക്രീനിൻ്റെ ഒത്തിരി മേളിലോട്ടും പോലെ ഒത്തിരി താഴോട്ടും പോലെ നടുക്കുന്നൊരു ഇത്തിരി മേളിലായിട്ട് വേണം. അവിടെ Cell 1 added. ഇത് പാറ്റേൺ എന്ന് പറയുന്ന സെൽ എന്നാണ്. അപ്പോൾ സെൽ 1 നമ്മളിപ്പോൾ ഒന്നാമത്തെ പാറ്റേണിൻ്റെ ആ ഫസ്റ്റ് കോളത്തിൽ ഓരോ റൗണ്ടിലുള്ള കോളങ്ങളാണല്ലോ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ടച്ച് ചെയ്തു. 1 നമ്മൾ സ്ക്രീൻ എന്താ പറയുന്നത് Pattern completed. Pattern area. ഇപ്പം എന്താ പറയുന്നത് നമ്മുടെ ഫോണിനകത്ത് 1 2 3 കീപാഡില്ലേ, ആ കീപാഡിൻ്റെ രീതിയിൽ തന്നെയാണിത്. ആ ഒരു ഇതറിയാവുന്നവർക്ക് ഈ പാറ്റേൺ എളുപ്പമായിരിക്കും. കാരണം 1 2 3 അതായത് കീപാഡ് പോലെ തന്നെ ഇടത്തുനിന്ന് വലത്തോട്ട് 1 2 3, അതിൻ്റെ നേരെ താഴെ ഒന്നിൻ്റെ നേരെ താഴെ 4 5 6, അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ 4ൻ്റെ താഴെ 7 8 9 വലത്തോട്ട് എല്ലാം നമ്മൾ അത്രേ ഉള്ളൂ. അതിൻ്റെ താഴോട്ടില്ല, 3 റോയേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഞാൻ ചുമ്മാ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി എല്ലാം പരിചയപ്പെടുത്താം. ആദ്യം Cell 1 added. സെൽ 1 ഇത് ഒന്നാമത്തെ ഒരു കോളത്തെ ഞാനിപ്പോൾ കൈ വെച്ചിരിക്കുന്നത് 1. അവിടുന്ന് കൈ എടുക്കരുത്. നമുക്ക് പാറ്റേൺ വരയ്ക്കുമ്പോൾ ഉള്ളത് എന്ന് വെച്ചാൽ കൈ എടുക്കരുത്. അവിടുന്ന് നമ്മൾ അവിടെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ ഡബിൾ ടച്ച് ചെയ്ത് ലോങ് പ്രസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ തൊട്ടാൽ മതി. അപ്പോൾ സെൽ 1 ഏതാണെന്ന് വെച്ചാൽ അത് ഈ സ്പീക്കർ ഗൂഗിൾ TTS ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്നു, അവിടെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ. ഇപ്പോൾ ഒന്നാമത്തെ കോളത്തിലാണ് കൈ ഇരിക്കുന്നത്. അവിടെ നിന്ന് വരയ്ക്കുവാണ് ഞാൻ 1. Cell 2 added. സെൽ 2. Cell 3 added. സെൽ 3. 3 നേരെ താഴോട്ട് പോയാൽ 6ാമത്തെ കോളത്തിലോട്ടാണ് പോകുന്നത്. നമ്മൾ 1 2 3 ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. 3ൻ്റെ നേരെ താഴെ 6 ആണ്. ഞാൻ നേരെ താഴോട്ട് കാണിക്കാം. Cell 6 added. സെൽ 6 ആണ്. ഇവിടെ ഇപ്പോൾ പാറ്റേൺ വരച്ചാണ് ഞാൻ വരുന്നത്. Cell 5 added. ഞാൻ അവിടുന്ന് ഇപ്പം ഇടത്തുനിന്ന് വലത്തോട്ടാണ് 1 2 3 പോയത്. അവിടുന്ന് താഴോട്ട് വന്ന് വരച്ചു, അപ്പോൾ സെൽ 6 ആയി. അവിടുന്ന് ഇടത്തോട്ടൊന്ന് വരച്ചപ്പോൾ സെൽ 5 ആഡായി. Cell 4 added. സെൽ 4 ആഡായി. ഇപ്പം ഞാൻ ഇടത്തുനിന്ന് വലത്തോട്ടാണ് വലത്തുനിന്ന് ഇടത്തോട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. തെറ്റിപ്പോയി ക്ഷമിക്കണം. വലത്തുനിന്ന് ഇടത്തോട്ടാണ് 6 5 4. വലത്തുനിന്ന് ഇടത്തോട്ട് നമ്മൾ കീപാഡ് പോലെ തന്നെ അവിടെ നേരെ താഴോട്ട് 4ന്ന് നേരെ താഴോട്ട് വരയ്ക്കുന്നു. അപ്പോൾ 7 ആണല്ലോ. നമ്മൾ 4ന് നേരെ താഴെ 7 ആണല്ലോ കീപാഡിലൊക്കെ. അതുപോലെ തന്നെ നേരെ താഴോട്ട് 7. Cell 7 added. സെൽ 7. Cell 8 added. ഇപ്പം ഞാൻ ഇടത്തുനിന്ന് വലത്തോട്ടാണ് പോകുന്നത്. സെൽ 8. Cell 9 added. സെൽ 9. അത്രേ ഉള്ളൂ. അവിടെ നിന്ന് ഇനിയും കൈ എടുക്കുക. Pattern completed. Pattern recorded. പാറ്റേൺ റെക്കോർഡെന്നും കാണിക്കും. അത് കഴിഞ്ഞ് വലത്തോട്ടൊന്ന് ചുമ്മാ സ്വൈപ്പ് ചെയ്യുക. അത് പോകത്തില്ല പിന്നെ. Choose your pattern. Pattern recorded. Pattern area. Clear button. നമുക്ക് വേണമെങ്കിൽ ഈ പാറ്റേൺ ഇഷ്ടപ്പെട്ടില്ല ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ ക്ലിയർ ആയി വേറെ കാണിച്ചു തരാം. Draw and unlock pattern. ഞാനിപ്പോൾ ചുമ്മാ സ്ക്രീനിൽ ഒരു സ്ഥലത്ത് കൈ വെക്കുന്നു. Cell 5 added. ഇപ്പോൾ കൈ വെച്ച് സെൽ 5 വന്നു. അവിടെ ഞാൻ മേളിലോട്ട് വരയ്ക്കുന്നു. Cell 2 added. സെൽ 2. നമുക്ക് അവിടുന്ന് ഒരു ഏകദേശം ഊഹം ഉണ്ടെങ്കിൽ നേരെ കോൺ വരച്ചാൽ സെൽ 6ലോട്ട് വരയ്ക്കാൻ പറ്റും. വലത്തോട്ടുള്ള കോൺ വരച്ചാൽ അത് നിങ്ങൾ കുറേ തവണ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ വെച്ച് മനസ്സിലാവും. ഞാൻ നേരെ താഴോട്ട് വരയ്ക്കുന്നു. Cell 5 added. സെൽ 5 പിന്നെ ആഡാകത്തില്ല, അത് ചുമ്മാ പറയത്തേ ഉള്ളൂ. സെൽ 5 നമ്മളൊന്ന് ആഡ് ചെയ്തില്ല, അവിടെ നിന്നാണല്ലോ മേളിലോട്ട് പോയി സെൽ 2 ആഡ് ചെയ്തു. നേരെ ഒന്നും കൂടെ താഴോട്ട് വരയ്ക്കുന്നു. Cell 8 added. സെൽ 8 ആഡ് ചെയ്യുന്നു. ഇവിടെ ഞാൻ വലത്തോട്ട് വരയ്ക്കുന്നു. Cell 9 added. സെൽ 9. ഇപ്പം ഞാൻ സെൽ 5 സെൽ 2 സെൽ 8 സെൽ 9 ഇങ്ങനെയാണ് എൻ്റെ പാറ്റേൺ വരച്ചേക്കുന്നത്. Pattern completed. Pattern completed. recorded. Choose your pattern record. Pattern area. Clear button. ഇപ്പം നമ്മൾ മുമ്പത്തെ പോലെ ഒരു പാറ്റേൺ വരച്ചു. അതായത് സെൽ 5 സെൽ 2 സെൽ 8 സെൽ 9. അത് എനിക്കിഷ്ടമുള്ളൊരു പാറ്റേൺ ആണ് വരച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇങ്ങനെ ഒരു ഊഹം ഉണ്ടെങ്കിൽ വരയ്ക്കാം. ഞാൻ കാണിച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാം ആദ്യം. പിന്നെ വേറെ ഓരോ പാറ്റേണുകൾ വരച്ച് കാണിക്കാം. Continue button. കണ്ടിന്യൂ കൊടുക്കുക. Draw pattern again to confirm. വീണ്ടും പാറ്റേൺ വരയ്ക്കാനാണ് പറയുന്നത്.
Draw pattern. Cell 2. Cell 5 added. ഇപ്പോൾ വരുമ്പോൾ തെറ്റിപ്പോൾ അവർ വീണ്ടും വീണ്ടും വരയ്ക്കാൻ പറയും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ സെൽ 2 ഞാൻ അറിയാതെ കഴിച്ച സെൽ 2 ആഡായിപ്പോയി. ഇപ്പോൾ സെൽ 5 ആഡായി. ഇപ്പോൾ തെറ്റാണെന്ന് എനിക്കറിയാം. കൈ എടുക്കുന്നു. നമ്മൾ മുമ്പേ വരച്ച് 5 2 8 9 എന്നാണല്ലോ. അത് നമ്മൾ ആ ഒരു നമ്പർ ഓർത്താൽ മതി. നമുക്ക് വരയ്ക്കാൻ എളുപ്പമാണ്. ഞാൻ അങ്ങനെയാണ്. Pattern completed. Wrong pattern. അപ്പോൾ റോങ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ അത് അങ്ങ് പോയി നമ്മൾ വരച്ചത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ആ 5ൻ്റെ അവിടെ തന്നെയാണ് എൻ്റെ കൈ നിൽക്കുന്നത്. സ്ക്രീനെ തൊട്ടിട്ടില്ല. 5 ഞാൻ തൊടുന്നു. Cell 5 added. സെൽ 5. Cell 2 added. നേരെ മുകളിലോട്ട് വരച്ചു 2. ഇനി നേരെ താഴോട്ട് വരയ്ക്കുക. Cell 8 added. സെൽ 8 ആയി 8. Cell 9 added. പിന്നെ നേരെ വലത്തോട്ട് വരച്ചു. ഞാൻ മുമ്പേ കൊടുത്ത പാറ്റേൺ ഇതാണ്. അപ്പോൾ ഞാൻ വീണ്ടും വരച്ചു. സെൽ 9 ആയി 9 5 2 8 9. Pattern completed. Your new unlock pattern. എങ്ങനെയാണെങ്കിലും 4 ഇത് വേണം. അതായത് 4 കോളത്തിൽ നമ്മൾ വരയ്ക്കണം. അതായത് പിന്നെ 5 2 3 ഇങ്ങനെ വരച്ച പാറ്റേൺ കംപ്ലീറ്റ് ആകത്തില്ല. കംപ്ലീറ്റ് ആണെങ്കിൽ 5 2 3 പിന്നെ ഓരോ നമ്പറും കൂടെ 6 അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം കൂടെ വേണം. പിന്നെ വരച്ച കോളത്തിൽ കൂടെ വീണ്ടും വരച്ചാൽ അതൊരു പാറ്റേണായിട്ട് ഇത് വരത്തില്ല. വരയ്ക്കാത്ത കോളങ്ങൾ വേണം. അപ്പം 5 2 5 വീണ്ടും 2 വരച്ചാൽ ആ പാറ്റേൺ കംപ്ലീറ്റ് ആകത്തില്ല. 5 2 4 വീണ്ടും 2 വരച്ചാൽ അത് കംപ്ലീറ്റ് ആകത്തില്ല. 4 പകരം 3 1 എല്ലാം വരയ്ക്കണം. അല്ലെങ്കിൽ വേറെ വരയ്ക്കാത്ത ഏതെങ്കിലും നമ്പറുകൾ വരയ്ക്കണം. നമ്പറുകളല്ല, ഞാൻ ആ ഒരു നമ്പറിൻ്റെ രീതി പറഞ്ഞതേ ഉള്ളൂ. 5ൻ്റെ സ്ഥാനത്താണല്ലോ ഇപ്പോൾ 5 എന്നുള്ള പാറ്റേണിൻ്റെ കോളം ഇരിക്കുന്നത്. ആ ഒരു ബോക്സ് അല്ല, വട്ടത്തിലുള്ള ഒരു കുത്തുപോലെ അത് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ ഒരു 1 2 3 ആ ഒരു ഇത് അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ ഓക്കെ കൊടുക്കാം. സ്ക്രീൻ ലോക്ക് ഞാൻ അൺലോക്ക് ചെയ്ത് കാണിച്ചില്ല. സ്ക്രീന് Choose your new pattern area. Cancel button. Confirm button. കൺഫേം കൊടുക്കുക. Notifications. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്യുന്നു. Lock screen. Screen off. Ringer vibrate. Draw your pattern. ഇനി ഞാൻ സ്ക്രീൻ ഓൺ ചെയ്യുന്നു. 12:27 p.m. Draw your pattern. Draw your pattern. ഇപ്പം നമുക്ക് ഇവിടെ എന്താ പറയുന്നത്, മുമ്പേ കണ്ട ബോക്സ് തന്നെ സെയിം. അത് പക്ഷേ ഇച്ചിരി കൂടെ ഒരു ചെറുതായെന്നേ ഉള്ളൂ. ഒത്തിരി ഒന്നുമില്ല, ഒരു തുള്ളി ഇച്ചിരി ചെറുതായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സെൻറ്ററിൽ തൊടുക. കൃത്യം സെൻറ്ററിൽ തൊട്ടാൽ 5 വരും. നമുക്ക് ആ ഒരു സെൻറ്റർ അറിയാമല്ലോ. അപ്പോൾ സെൻറ്ററിൽ തൊടുക. അപ്പോൾ 5 എന്നുള്ള കോളമാണ്. അത് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുന്നത് 2 അത് തെറ്റിപ്പോലും കുഴപ്പമില്ല. വീണ്ടും വീണ്ടും വരയ്ക്കാം. കുറച്ച് നേരം നിങ്ങൾ പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ, അവിടെ വരച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പാറ്റേൺ വരയ്ക്കേണ്ട രീതി. ഞാൻ നേരത്തെ വരച്ച് പഠിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ കൃത്യമായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ 2 വരയ്ക്കുന്നു. അല്ല സോറി 5. Cell 5 added. Cell 2 added. Cell 8 added. Cell 9 added. ഞാൻ വരച്ചു 5 2 8 9. നിങ്ങൾ കേട്ട് കാണും. ഇനി ഞാൻ ഓക്കെ കൊടുക്കുന്നു. Pattern notifications. Device unlocked. അൺലോക്ക് ആയി. Security. Showing items 1. Screen. ഇനി നമുക്ക് പാറ്റേൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ Screen lock pattern. സ്ക്രീൻ ലോക്ക് എന്നുള്ള എടുത്ത് പാറ്റേൺ ആണ് കിടക്കുന്നത്. സെക്യൂരിറ്റിക്കകത്ത് തന്നെ അതെടുക്കുക. Screen lock. Confirm your pattern. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന പാറ്റേൺ ഒന്നും കൂടെ വരയ്ക്കുക. Cell 5 added. Cell 2 added. Cell 8 added. 8. Cell 9 added. Pattern completed. Choose screen lock. Navigate up. Choose screen lock. None. In list. Swipe. Pattern because you choose your pattern. ഇതിലൊക്കെ ഇപ്പം ഞാൻ വേറെ ഒരു പാറ്റേൺ കാണിച്ചു തരാം. ആലോചിക്കട്ടെ. നിങ്ങൾക്ക് എളുപ്പമുള്ളൂ. നമുക്ക് ഇസഡ് വരയ്ക്കാം. ഓക്കെ, ഇസഡ് എന്നുള്ള അക്ഷരം, അതായത് ഇംഗ്ലീഷിലുള്ള ഇസഡ് എന്നുള്ള അക്ഷരം നമുക്ക് വരയ്ക്കാം ഈ പാറ്റേൺ രീതിയിൽ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെയൊക്കെ മിക്കവരും ഈ പാറ്റേൺ സിസ്റ്റം ഒക്കെ ഇറങ്ങിയ സമയത്ത് മിക്കവരും ഇടുന്ന ഒരു പാറ്റേൺ ആയിരുന്നു ഇസഡ്. നമുക്ക് ഇസഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കോളത്തിൽ Cell 1 added.
Pattern Sorry. completed. Connect at least 4 dots. Try again. കാരണം അറ്റ്ലീസ്റ്റ് 4 ഡോട്ട് വേണമെന്ന് അവർ ഇത് കാണിച്ചിട്ടുണ്ട്. ഡോട്ടാണത്. അപ്പോൾ ഫസ്റ്റ് ഡോട്ട് ഞാൻ ടച്ച് ചെയ്യുന്നു. ഒന്ന് ആദ്യം ഞാൻ ഈ സൈഡ് വരയ്ക്കുന്നതിൻ്റെ നമ്പർ പറഞ്ഞുതരാം. 1 2 3 5 7 8 9 അങ്ങനെയാണ്. അതായത് 1 2 3 5 7 8 9. അതിൻ്റെ ഇടയ്ക്കുള്ള 4ഉം വേണ്ട 6ഉം വേണ്ട. ഓക്കെ, നമുക്ക് വരച്ച് നോക്കാം. അത് നിങ്ങൾ 2-3 പ്രാവശ്യം വരയ്ക്കുമ്പോൾ ആ കോണും അതിൻ്റെ ഒരു ഷേപ്പൊക്കെ മനസ്സിലാവും. അതായത് 5 കറക്റ്റ് എങ്ങനെയാണ് വരേണ്ടത് അതൊക്കെ മനസ്സിലാവും. വരച്ച് നോക്കാം. Cell 1 added. 1 Cell 2 added. 2 Cell 3 added. 3 Cell 5 added. 3 ഞാൻ നേരെ 5-ലോട്ടൊരു കോൺ പോലെ ഇങ്ങനെ ഇച്ചിരി താഴോട്ട് വരും. താഴെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇടത്തോട്ട് ചേർത്ത് ഇടത്തും അല്ല താഴെ അല്ലാത്ത രീതിയിൽ. അതായത് നമ്മൾ ഫോണിൻ്റെ കോണിലോട്ട് വരച്ചു. 3-ന്ന് 5-ലോട്ടായി. 5-ൻ്റെ ആ ഒരു 5-3 ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു രീതി വരച്ചാൽ മതി. അവിടുന്ന് നേരെ 7-ലോട്ട് വരയ്ക്കുക. നേരെ ഇടത്തോട്ട് വരയ്ക്കില്ല, ഒരു ചരിച്ച് 7-ലോട്ട് വരയ്ക്കുക. Cell 7 added. സെൽ 7 ഇനി എളുപ്പമാണ്. നേരെ വലത്തോട്ട് ഒറ്റ വര. Cell 8 added. Cell 9 added. Pattern completed. Pattern recorded. Pattern recorded. ഇനി നെക്സ്റ്റ് അടിക്കുക. Choose your pattern. Pattern record. Pattern area. Clear button. Continue button. കണ്ടിന്യൂ കൊടുക്കുക. Draw pattern again to confirm. വീണ്ടും വരയ്ക്കുക. Cell 1 added. 1 Cell 2 added. 2 Cell 3 added. 3 Cell 5 added. 5 നേരത്തെ 3-ന്ന് 5-ലോട്ട്. 5-ൻ്റെ ഒരു ഇതറിയാമല്ലോ. 5-3 എന്താ നമ്മൾ ചെസ് കളിക്കുന്നവർക്കറിയാം. ഇങ്ങനെ കോൺ രീതിയിൽ, അതായത് നമ്മൾ വെട്ടത്തില്ലേ കാരാളോ ആനയുടെ ഒരു രീതിയിൽ ആന പോകുന്ന വഴിയില്ലേ, അതായത് ആന ചരിഞ്ഞാണല്ലോ പോകുന്നത്, ആ രീതിയിൽ. പിന്നെ 5 7. Cell 7 added. 3 നമ്മൾ 5-ലോട്ട് എങ്ങനെ വരച്ചു അതുപോലെ തന്നെ നേരെ 7-ലോട്ട് വരയ്ക്കുക. അവിടുന്ന് നേരെ വലത്തോട്ട്. Cell 8 added. Cell 9 added. Pattern completed. Your new unlock pattern. Choose your new pattern area. Cancel but confirm. Confirm. Security. Showing items 1 to 9 of 26. Lock screen. Screen off. Ringer vibrate. ഞാനിപ്പോൾ സ്ക്രീൻ വീണ്ടും ഓഫ് ചെയ്തു. പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ഇനി ഓൺ ചെയ്യുന്നു. 12:33 p.m. Draw your pattern. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ ലോ സ്ക്രീൻ വരുമ്പോൾ പാറ്റേണിൻ്റെ ബോക്സ് ഇച്ചിരി ചെറുതാകും. എന്നാലും കുഴപ്പമില്ല. നേരത്തെ 1 ഇച്ചിരി കൂടെ താഴെ വരുമെന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. സ്ക്രീനിൻ്റെ ഏകദേശം സെൻട്രലായിട്ട്. Cell 1 added. 1 നമുക്ക് പാറ്റേൺ ലോക്ക് വരച്ചാലേ ഫോണിൽ അൺലോക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 1 Cell 2 added. 2 Cell 3 added. 3 പിന്നെ നേരെ 5-ലോട്ട് വരിക. അതായത് 1 താഴോട്ട് ഇടത്തോട്ട് ചരിച്ച് വരയ്ക്കുക, ചരിച്ച് താഴോട്ട് വരയ്ക്കുക. Cell 5 added. 5 1 തെറ്റിയാലും കുഴപ്പമില്ല. 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ വരയ്ക്കാം. Cell 7 added. 7 Cell 8 added. 8 Cell 9 added. 9. ഓക്കെ, Pattern complete. Security. Smart. അപ്പോൾ ഇതാണ് ഇന്നത്തെ Home screen. ടിപ്പ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയിൽ കാണും വരെ ശുഭദിനം നേരുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുത്തൻ വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.